പല പേഷ്യൻസിനും ഉള്ള ഡൗട്ടാണ്, ഡോക്ടറെ പൽപ്പൊടി ഉപയോഗിക്കണോ അല്ല ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണോ നമ്മുടെ പല്ല് ക്ലീൻ ആക്കാൻ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് പൽപ്പൊടിക്കകത്ത് വരുന്നത് കുറച്ചുകൂടെ കട്ടിയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ പാർട്ടിക്കിൾ സൈസ് കൂടുതലുള്ള അബ്രേസീവ് മെറ്റീരിയലാണ് കൂടുതൽ പൽപ്പൊടിക്കകത്ത് വരുന്നത്. ടൂത്ത് പേസ്റ്റ് വരുമ്പോൾ വളരെ പേസ്റ്റ് പോലുള്ള വളരെ ലൈറ്റായിട്ടുള്ള പാർട്ടിക്കിൾസാണ് അതിനകത്ത് പേസ്റ്റിൻ്റെ അകത്ത് വരുന്ന അബ്രേസീവ് മെറ്റീരിയൽ. ഇപ്പോൾ ഈ അബ്രേസീവ് മെറ്റീരിയലാണ് നമ്മുടെ പല്ലിൻ്റെ അകത്തുള്ള അഴുക്കുകളോ കാര്യങ്ങളോ ഒക്കെ ക്ലീൻ ആക്കി കളയും. അതുപോലെ തന്നെ ഈ അബ്രേസീവ് മെറ്റീരിയലിൻ്റെ കനം കൂടുന്നതനുസരിച്ച് പല്ല് തേഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റിൽ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ അവൈലബിൾ ആണ്. ആയുർവേദിക്കാനുള്ളതുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ മറ്റേ പല്ല് പുളിപ്പിനുള്ളതാണ്. അപ്പം നിങ്ങൾ ശരിക്കും ചൂസ് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ആണെന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള ഫോമിംഗ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളാണ് എപ്പോഴും നമ്മുടെ പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് വന്നിട്ട് ഫ്ലൂറിഡേറ്റഡ് ഫോമിംഗ് ടൂത്ത് പേസ്റ്റ് ആണോ അല്ലെങ്കിൽ നോൺ ഫ്ലൂറിഡേറ്റഡ് ഫോമിംഗ് ടൂത്ത് പേസ്റ്റ് ആണോ എന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള ഫോമിംഗ് ടൂത്ത് പേസ്റ്റുകൾ എപ്പോഴും ഉപയോഗിക്കുക. പൽപ്പൊടി ഉപയോഗിച്ച് പല്ല് ക്ലീൻ ആക്കുന്ന പല്ല് തേഞ്ഞു പോകാൻ ഒരുപാട് കാരണങ്ങളായി മാറും.